കേരളം ആശങ്കയോടെ നോക്കിക്കാണേണ്ട മറ്റൊരു വാർത്ത കൂടി ഈ ആഴ്ച നമ്മുടെ ചെവികളിൽ എത്തി. കേരളത്തിലെ സർവകലാശാലകളിൽ പഠിക്കാൻ മതതീവ്രവാദം ശക്തമായ രാജ്യങ്ങളിൽ നിന്ന് 1042 വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിരിക്കുന്നു. ഉന്നത പഠന നിലവാരം കണക്കിലെടുത്ത് അപേക്ഷ സമർപ്പിക്കുന്നതാണ് എന്ന് കരുതാൻ വയ്യ. കാരണം പഠന സൗകര്യങ്ങളുടെ നിലവാരം കണക്കാക്കിയാൽ കേരളത്തിലെ സർവകലാശാലകൾ ഇന്ത്യയിലെ തന്നെ മറ്റു പല സർവകലാശാലകളേക്കാൾ എത്രയോ പിറകിലാണ്. പിന്നെ ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഇവിടെ കുട്ടികൾ ഒഴുകാൻ എന്തായിരിക്കാം കാരണം? കേരളത്തിലെ സർവകലാശാലകൾ തീവ്രവാദികൾ തങ്ങളുടെ താവളമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നത് ആ സാഹചര്യത്തിലാണ്. കാരണം മതതീവ്രവാദം ശക്തമായ രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് കേരള സർവകലാശാലയിൽ പഠിക്കാനായി വിദ്യാർത്ഥികൾ കൂട്ടമായി അപേക്ഷിച്ചിട്ടുള്ളത്. IS-ന്റെ ശക്തി കേന്ദ്രങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ നിന്നായി വിവിധ കോഴ്സുകളിലേക്കും PhDക്കും ആയി 1000-ൽ പരം അപേക്ഷകളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഇതുവരെ എത്തിയിട്ടുള്ളതെന്നാണ് ഒരു പ്രമുഖ ദേശീയ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നും അനേകം സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും സ്ഥാനമൊഴിഞ്ഞ DGP ലോക്നാഥ് ബെഹ്റയുടെ വാക്കുകളും നാം ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പഠിക്കാൻ വരുന്നവർ മണിപ്പാൽ സർവകലാശാല പോലുള്ള പ്രശസ്തമായ സർവകലാശാലകളിൽ ചേർന്ന് പഠിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ അതിന് തീർത്തും വിപരീതമായ രീതിയിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ സർവകലാശാലകളിലേക്ക് തീർത്തും സംശയാസ്പദമായ രീതിയിൽ ധാരാളം വിദ്യാർത്ഥികൾ തീവ്രവാദം ശക്തി പ്രാപിച്ച രാജ്യങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ അപേക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാനിൽ നിന്നും കുറേ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കേരളത്തിലെ സർവകലാശാലകളിൽ പഠനത്തിനായി എത്തിയിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിൽ പഠിക്കാൻ എത്തിയവരുടെയും ഈ വർഷം അപേക്ഷിച്ചവരുടെയും വ്യക്തിഗത വിവരങ്ങളും കഴിഞ്ഞകാല ചരിത്രവും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് അസ്വാഭാവികത തോന്നുന്ന രീതിയിൽ ലഭിക്കുന്ന ഇത്തരം കൂട്ടമായ അപേക്ഷകളുടെ പിന്നിൽ കേരളത്തിനു പുറത്തും രഹസ്യമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന ആശങ്കയും സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. കേരളം ചില മത തീവ്രവാദ സംഘടനകളുടെ പിടിയിലമർന്നു എന്ന് സൂചിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടും മുൻ കേരള DGPമാരുടെ വെളിപ്പെടുത്തലുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകൾ തീവ്രവാദം ശക്തി പ്രാപിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു വലിയ ഗണം വിദ്യാർത്ഥികൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നതിനെയും നാം സംശയത്തോടെ തന്നെ വീക്ഷിക്കണം എന്ന് തന്നെയാണ്. കാരണം ഇനിയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിസ്സാരമായി കണ്ട് അവഗണിച്ചാൽ കാശ്മീരിൽ ഈ ദിവസങ്ങളിൽ നടന്നതുപോലെയുള്ള ആക്രമണങ്ങൾ ഇവിടെയും സമീപ ഭാവിയിൽ തന്നെ ആവർത്തിക്കപ്പെട്ടേക്കാം. രാഷ്ട്രീയ ഭരണ നേതൃത്വമേ ജാഗ്രതൈ.